ഹായ് ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മിനി വ്ളോഗ് എന്ന് പറയുന്നത് കോളേജ് എത്നിക് ഡേയുടെ കുറച്ച് വിശേഷങ്ങളാണ്. വന്ന ശേഷമുള്ള ആദ്യത്തെ എത്നിക് ഡേ ആയിരുന്നു. ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. 12:30ക്കാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മുടെ സീരീസ് എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ അതിൻ്റെ കുറച്ച് ബഹളങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഒരു ഫിലിം ഫെസ്റ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2:15 ഇപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 12-12:15 നമ്മുടെ ക്ലാസ്സുകളെല്ലാം വൈൻഡപ്പായി. പിന്നെ അത്രയും നേരം പോസ്റ്റ് ആയിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൻ്റെ കാറിൽ നമ്മൾ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു കഫേയാണ് നോക്കിയിരുന്നത്. അങ്ങനെ അത്യാവശ്യം അടുത്തുള്ള ഒരു കഫേ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്പോട്ടെന്ന് പറയുന്നത്. നമ്മൾ അസാഡോ എന്ന് പറഞ്ഞ ഒരു കഫേയിലാണ് വരാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു അത്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണത്. നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ആ സ്പോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു കാഴ്ചകളാണ് നമുക്ക് അവിടെ ഉള്ളത്. നല്ല ഒരു വാം ക്ലൈമറ്റും നല്ല കാറ്റും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഫേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കഫേകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് കഫേയൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ 3 പേരാണ് നമ്മൾ ഒരു ഗ്യാങ്. അപ്പോൾ നമ്മൾ കഫേയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം കണ്ടത് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഇതിലും നല്ലത് കാണുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് നടന്നു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നമുക്ക് നല്ല കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത്. നല്ല ഒരു സൈലൻറ്റ് അന്തരീക്ഷമാണ് അവിടെ. അധികം ആൾക്കാരോ ബഹളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വന്നത് ഒരു ഉച്ചയ്ക്ക് 12:30 നമ്മൾ വന്നപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വളരെ ഒരു വാമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. നമുക്ക് നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലവും സെറ്റപ്പും ഒക്കെയാണത്. ലാസ്റ്റ് കണ്ട ഒരു സ്പോട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് കണ്ട സ്പോട്ട് എന്ന് പറയുന്ന ഒരു കാറിൻ്റെ ഡിസൈനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കഫേ ആയിരുന്നു. അപ്പം മുകളിലായിരുന്നു കഫേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു കാറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ നിലയിൽ പോകാമെന്നൊക്കെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ അങ്ങനെ നമ്മൾ ആൾക്കാരെയും ഒന്നും കണ്ടില്ല. അപ്പോൾ അവിടെ ഒരു കഫേ ആണ് എന്ന് നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ, മുകളിലാണ് സ്പോട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ചേട്ടനൊപ്പം മുകളിലേക്ക് കയറി. അപ്പം അവിടെ അധികം ആളൊന്നും ഉണ്ടായില്ല. ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ വന്നു. അവിടെ മുകളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് താഴെയുള്ള നമ്മുടെ കായലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ്. കളർഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു ഇതായിരുന്നു. നമ്മുടെ കായലിൻ്റെ അടുത്തൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ നമുക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫാന് ഒക്കെ ഉണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ പോസിൽ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒന്നും ഒരു ഓക്കെ ആവാത്ത രീതിയിൽ. അങ്ങനെ പിന്നെ നമ്മൾ കോളേജിൽ വന്നപ്പോഴത്തേക്കും ഒരു 4 മണി 5 മണി ആ ഒരു സമയമായി. ഫിലിം ഫെസ്റ്റ് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ സ്റ്റേജ്, നമ്മുടെ രാത്രി ഗസൽ നൈറ്റും കൾച്ചറൽ ഇവൻറ്റ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ് മെയിൻ പരിപാടി. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോഴ്സിലാണ് സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ് ക്യാമ്പസ്. വളരെ വിശാലമായിട്ടുള്ളൊരു പരിസരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ
അവിടെ എല്ലാം ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഇനി 7 മണിക്കടുത്ത് ഗസൽ നൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എല്ലാം വെറുതെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു കായലുണ്ട്. അപ്പോൾ നമ്മൾ ആ കായലിൻ്റെ അടുത്തോട്ട് വന്നാൽ നമ്മൾ ജസ്റ്റ് നടക്കാവുന്നേ ഉള്ളൂ, ഒരു 2 മിനിറ്റ് നടന്നാൽ എത്താവുന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതലും നമ്മൾ കോളേജിൽ ഫ്രീ ടൈംസിലൊക്കെ ഇവിടെ വന്നാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. നമ്മുടെ കോളേജിനടുത്ത് നമുക്ക് പോകാൻ പറ്റിയ സ്പോട്ടെന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മുടെ കോളേജ് കുറച്ച് അകത്തോട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടിങ്ങിന് പോകണമെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ കഫേയിലോട്ടാണെങ്കിൽ ഒരു 40-45 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കായലാണ് നമ്മുടെ ഒരു സമാധാനമുള്ള ഒരു സ്പോട്ടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്കും പ്രോഗ്രാമിനുണ്ടായിരുന്ന മിക്കവരും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വൈകിട്ട് ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരു 5 മണി ഒരു സമയമായതുകൊണ്ട് തന്നെ അവിടെ മീൻപിടുത്തവും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് കറങ്ങി നടന്ന് ഒരു 6:45 ആയി. 7 മണിയോടടുക്കുമ്പോഴാണ് നമ്മൾ കോളേജിലോട്ട് വരുന്നത്. ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള നമ്മളെ പരിപാടികളൊക്കെ 7 മണി വരെ ഉള്ളതായിരുന്നു. ഞങ്ങൾ കോളേജിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് 9 മണി വരെ ഒരു പ്രോഗ്രാം. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ വ്ളോഗ് എടുക്കുന്നു എന്ന് പറഞ്ഞ് നിരന്തരം കളിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാരാണ് അവർ. അങ്ങനെ കോളേജിൽ ഗസൽ നൈറ്റ് തുടങ്ങിയില്ല. അപ്പോൾ എല്ലാവരും പല ദിക്കിനായിട്ടുണ്ട്. എത്നിക് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ പേര് സാരി, ചുരിദാർ, അങ്ങനെ പല ടൈപ്പ് ഡ്രസ്സസും കാര്യങ്ങളും എല്ലാം നമുക്കവിടെ കാണാം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കോളേജിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ ഗസൽ നൈറ്റ് തുടങ്ങാറായി എന്നറിഞ്ഞു. നമ്മൾ ആ സ്പോട്ടിലോട്ട് പോവാണ്. ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ ലൈറ്റും സെറ്റിങ്സും എല്ലാം. അപ്പം ലൈറ്റും സെറ്റിങ്ങും ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സാധാരണ സ്റ്റേജിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കാറ്. പക്ഷേ ഇന്ന് ഔട്ട്ഡോഴ്സിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് വളരെ ഒരു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റും അതിൻ്റെ സ്റ്റേജൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരിതെല്ലാം വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെപ്പാടെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ടീച്ചേഴ്സും നമ്മുടെ ഫ്രണ്ട്സും സീനിയേഴ്സും എല്ലാം തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ നിൽക്കാമെന്നും പറഞ്ഞ് നമ്മളങ്ങനെ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി. സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ കളർഫുള്ളായിരുന്നു. എത്നിക് ഡേ ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സും എല്ലാവരും പല പല ഡ്രസ്സുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയോടെയാണ് അവർ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. രാത്രി ആയിരുന്നെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് ബസ് ഇങ്ങനെ നൈറ്റ് വരെ പ്രോഗ്രാമുള്ള ദിവസം കോളേജ് ബസ് നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ കൂടുതലും കോളേജ് അകത്തായതുകൊണ്ട് കോളേജ് ബസ്സിൽ വരുന്ന പിള്ളേരാണ്. കോളേജ് ബസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും ക്യാമ്പസിലുണ്ടായിരുന്നു. അപ്പം പോയവർക്ക് വളരെ ഒരു നഷ്ടമായിരുന്നു. കാരണം അത്ര നല്ല പ്രോഗ്രാം ആയിരുന്നു അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കോളേജിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഗുഡ് ഈവനിങ് CP. ഗുഡ് ഈവനിങ് CP. എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് ശരിക്കും ലാസ്റ്റ് ഇയർ ദബ്ക എന്ന് പറയുമ്പം ഇവിടുത്തെ പല പാസ് ഔട്ട് ആയിട്ടുള്ള സീനിയേഴ്സ് ഇപ്പം നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ മാർച്ച് 21, 22, 23 നമ്മുടെ ടെക് ഫെസ്റ്റ് ആണ്. അപ്പം അന്ന് വരുന്ന ആർട്ടിസ്റ്റ് റിവീലാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ആർട്ടിസ്റ്റിനെ ഇതുവരെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ CPയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഈ ആർട്ടിസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു റിവീലാണ് അവിടെ ചെയ്തത്.
സന്തോഷം ഇങ്ങനെ വരാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ കുറച്ച് ലെജൻഡറി ആയിട്ടുള്ള പ്രോഡിജികളൊപ്പം പ്ലേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് മിസ്റ്റർ ശരൺ അപ്പു ഹിയർ. എല്ലാവരും പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വി ഹാവ് സിദ്ധാർത്ഥ് ജേതു ഓൺ തബ്ല, എക്സലന്റ് പ്ലെയർ. ഒരുപാട് ലെജൻഡറി ആർട്ടിസ്റ്റുകളൊപ്പം പ്ലേ ചെയ്തിട്ടുള്ള, ഇനി പ്ലേ ചെയ്യാനുള്ളതാണ്, ഒരു പ്രോമിസ് ആണ് നമ്മുടെ. പിന്നെ നെക്സ്റ്റ് വി ഹാവ് ഓൺ ഗിറ്റാർസ് നമ്മുടെ പൂക്കി ആകാംസ്. പൂക്കിക്ക് അതിൽ കൂടുതലാണ്. ഓക്കെ, ദെൻ വി ഹാവ് അവർ ഓൺ ശംഖു വിഷ്ണു കെ ദാസ് ഓൺ പെർക്കഷൻ ആൻഡ് മൈസെൽഫ് പ്രതീക് ആനന്ദ് ഓൺ വോക്കൽ. താങ്ക് യു. പെട്ടെന്ന് പാട്ടിലേക്ക് കിടക്കാം, നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള സമയമുള്ളൂ. കൂടെ പാടുക, വേറൊരു പരിപാടി ഇല്ല, നമുക്ക് പൊളിക്കാനുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ടെക്സ് ഇസ് ഹാപ്പനിങ് ഡബ്കെ 2025 അല്ലേ? കറക്റ്റ്. അപ്പോൾ ഫസ്റ്റ് പാട്ടിലേക്ക് കിടക്കാം, എല്ലാവരും പാടിക്കും. പട്ടുതൂവാലയും വാസന തൈലവും നിനക്കു നൽകാൻ ഞാൻ കരുതി വച്ചു. പട്ടുമാല വേണ്ട, അക്കരെ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിരക്ക്. കടവത്ത് തോഴി കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ലേ, നോവിലെ മൈനൊന്നും ഉറങ്ങിയില്ലേ. മധുമാസരാവിന്റെ വെളിച്ചെന്നനാണ് അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്ത് കാറ്റൊന്നും നിന്നില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ലേ, കൽവിലെ മൈനെന്നും ഉറങ്ങി. One, two, three. Love, Johnny, love, finally, Johnny. जो है अंजलि, जो है अंजलि, वो बात क्या? കുമ്മണി കുന്തിട്ട് സൗഖ്യമാനാനിന്റെ സൗഖ്യമേ ഉന്നെ ഓഹോ കൺമണി അൻപോട് കാതലെഴുതും പൊന്മണി
വീട്ട് സൗഖ്യമാനാ നിന്റെ സൗഖ്യമേ ഉന്നെ എണ്ണി പാറ്റയിൽ കവിത കൊട്ടത് അത് എഴുതി മനസ്സിലെ മോഹം നീയേ മനസ്സിലെ മോഹം നീയേ നീരചരങ്ങൾ നേരം മായികരോഗം ഉൾകൊണ്ടേ പിന്നായെ കൊതിച്ചിട്ടും വരാനെന്റെ വൈകിനി എത്ര വിളിച്ചിട്ടും വരാതെന്നോ നിന്നു നീ കൊതിച്ചിട്ടും വരാനെന്റെ വൈകിനി എത്ര വിളിച്ചിട്ടും വരാതെന്നോ നിന്നു നീ കൂട്ടുകാരി കസ്തൂരിലാവിന്റെ കനവ് പുൽപ്പായി Give it up for Siddharth.
നീ മറന്നോ പോയത് നാം ഏരിയ പോലെ നാം ഇരുന്നേ ഒത്തുപള്ളി ഒത്തുചേർന്നോ ഏരിയ നാട് പോയത് അന്ന് നീ കഴിച്ചോ പാലിലോ കുഞ്ഞും കിനാവിൽ കണ്ണി വാങ്ങാം ജീവിതമായ നീരുമ്പോൾ നീ സ്വന്തത്തോടുമായി ചിത്രക്കരികാരങ്ങൾ വീഴുന്നു ഇനി ചുണ്ടൻ മകളമേ ഇനി ചുട്ടാൽ ചെങ്ങളമേ ഇനി ചുണ്ടിൽ കുതിരി താഴ്ത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേ കോളേജിലായിരുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.